Alright, so 2024 has come to an end and ഇപ്പോൾ ഓൾറെഡി 2025 ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2024 യൂട്യൂബ് ആൻഡ് റിലേറ്റഡ് സോഴ്സസിൽ നിന്ന് എത്ര രൂപ ഏൺ ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ മന്ത് ഓവർ മന്ത് എത്ര രൂപ ഉണ്ടാക്കി ആൻഡ് 2024 ഇൻ ടോട്ടൽ യൂട്യൂബിൽ നിന്ന് അതായത് ഈ ഒരു ചാനൽ കൂടാതെ എനിക്ക് വേറെയും കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിനകത്ത് ഒരു മെയിൻ ചാനലിൽ നിന്ന് എത്ര രൂപ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു യൂട്യൂബ് ഈക്കോ സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് 3 രീതിയിലാണ് ഏർണിങ്സ് ലാസ്റ്റ് ഇയർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യൂട്യൂബ് ആഡ്സ് ആണ്. അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന യൂട്യൂബ് അത് ആഡ്സ് വരുമല്ലോ, ആ ആഡ്സിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ്. ഇനി സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് ഡീൽസ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്സ് ആണ്. അപ്പോൾ ബ്രാൻഡ്സിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ കൊളാബറേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്ട്രീം ഉണ്ട്. ഈ തേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു AI കമ്പനിക്ക് വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ചാനൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ സോഴ്സസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ എൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്തിട്ട് യൂട്യൂബ് ആഡ്സിൽ നിന്ന് എത്ര രൂപ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഓൾറൈറ്റ്, സോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ ആൻഡ് ഇതിൻ്റെ ഡേറ്റയാണ് ഞാൻ ബേസിക്കലി ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് പാർട്ടിലാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അനലിറ്റിക്സ് ടാബിലേക്ക് പോവാം. ആൻഡ് ഫോർ സ്റ്റാർട്ടേഴ്സ് ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് എത്ര രൂപ കിട്ടി, എത്ര ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടു, എവിടെ നിന്നൊക്കെയാണ് കാണുന്നത്, എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റുക. എന്നിട്ട് ഞാനിവിടെ റവന്യൂ ടാബിലേക്ക് മൂവ് ചെയ്യാം. ആൻഡ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഓഗസ്റ്റ് ഒരു 4th വീക്കോ 3rd വീക്കോ അങ്ങാണ്ടാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി 1000 സബ്സ്ക്രൈബേഴ്സും 4000 hours വാച്ച് ടൈമും വേണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് YPP പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ ഞാനിപ്പോൾ ഓഗസ്റ്റിലാണ് എൻ്റെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് ആഡ്സ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഡേറ്റ് സെലക്ടറിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഓഗസ്റ്റ് മന്ത് സെലക്ട് ചെയ്യാം. ഓഗസ്റ്റ് 1st to August 31 ആൻഡ് ഹിറ്റ് അപ്ലൈ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓഗസ്റ്റ് മന്തിൽ $366 ആണ് നമുക്ക് ഫോർ ദി എൻറ്റയർ മന്ത് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഫ്ലാറ്റ് ആണ്, കാരണം അന്നൊന്നും നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മോണിറ്റൈസേഷൻ ഓൺ ആയത് അറൗണ്ട് August 18, August 19 ആണ്. ആൻഡ് മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ $23.63 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മന്ത് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് $41.64 ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ ഇറ്റ്സ് അബൌട്ട് $366. ആൻഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 31,500 rupees അടുത്ത് നമുക്ക് ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു മോണിറ്റൈസേഷൻ 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ബൈ ദി എൻഡ് അതായത് August 31 വരെ. ആൻഡ് ബൈ ദ വേ ഞാനിപ്പോൾ യൂട്യൂബ് ആഡ്സിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സ്പോൺസർഷിപ്പ് ഡീൽസിൽ നിന്നും മറ്റ് സോഴ്സസിൽ നിന്നും കിട്ടിയ ഇൻകം കൂടി ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇനി ഞാനിപ്പോൾ നെക്സ്റ്റ് മന്ത് നോക്കി നോക്കാം. അതായത് സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 30th വരെ. സോ ഹിറ്റ് അപ്ലൈ. ആൻഡ് നിങ്ങൾക്ക് കാണാം നമുക്ക് സെപ്റ്റംബറിൽ $750 ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് എനിക്ക് തോന്നുന്നു $34 ആണ് ഏറ്റവും ഹയസ്റ്റ്. ആൻഡ് ലോവസ്റ്റ് ഇരിക്കുന്ന $15 ആണ്. അപ്പോൾ $750 ആണ് നമുക്ക് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബറിൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇന്ത്യൻ റുപ്പീസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 64,000 സംതിങ് ഇന്ത്യൻ റുപ്പീസാണ് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. ഇനി നെക്സ്റ്റ് മന്ത് അതായത് ഒക്ടോബറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ October 1st തൊട്ട് October 31st വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഏർണിങ്സ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ $502 ആണ് നമുക്ക് ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $31 ആണ്. ആൻഡ് ദ ലോവസ്റ്റ് ഐ ഗസ് ഇസ് $10. ആൻഡ് $502 ഇൻ ഇന്ത്യൻ റുപ്പീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 43,272 അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിഗർ ആണ്. സോ അത്രയും രൂപയാണ് നമുക്ക് ഒക്ടോബറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നവംബർ നോക്കുകയാണെങ്കിൽ ഫോർ ദ മന്ത് ഓഫ് നവംബർ നമുക്ക് $690 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ ലോവസ്റ്റ് എനിക്ക് തോന്നുന്നു $12.80 ഹയസ്റ്റ് $41.63 ആണ്. ആൻഡ് ഇനി ഈ ഒരു $690 ഇന്ത്യൻ റുപ്പീസിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 59,500 rupees ആണ് നമുക്ക് ഫോർ ദ മന്ത് ഓഫ് നവംബർ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ്ലി ഇനി ഡിസംബർ അതായത് ലാസ്റ്റ് മന്ത് ഓഫ് 2024 നോക്കുകയാണെങ്കിൽ നമുക്ക് $772 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ഇത് ആക്ച്വലി $801 ആയിരുന്നു. ആഫ്റ്റർ ലൈക്ക് ഇൻവാലിഡ് ട്രാഫിക് അങ്ങനെ എന്താ പറഞ്ഞിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊരു 772 എന്ന് പറഞ്ഞ ഒരു ഫിഗറിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മാസം ഏറ്റവും കുറവ് $17.5 ഏറ്റവും കൂടുതൽ $36.93 ആണ്. ആൻഡ് ഈ ഒരു $772 നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 66,500 rupees ആണ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഞാൻ ഡേറ്റ് ഫോർ ദ എൻറ്റയർ ഇയർ ഓഫ് 2024 ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോർ ദ എൻറ്റയർ ഇയർ അതായത് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് October 19 തൊട്ട് December 31st വരെ നമുക്ക് $3,081 അത് $US ആണ് നമുക്ക് ഏൺ ചെയ്തിട്ടുള്ളത്, മെയിൻലി ഫ്രം യൂട്യൂബ് ആഡ്സ്. ആൻഡ് അത് ഇന്ത്യൻ റുപ്പീസിൽ നോക്കുകയാണെങ്കിൽ
$3,081 എന്ന് പറയുമ്പോൾ $2,65,568 ആണ് ഫോർ ദി എൻറ്റയർ ഇയർ നമുക്ക് YPP അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബ് ആഡ്സിൽ നിന്ന് മാത്രം, അതായത് നമ്മുടെ ചാനലിൽ വരുന്ന യൂട്യൂബ് ആഡ്സിൽ നിന്ന് മാത്രം നമുക്ക് ഓൾമോസ്റ്റ് 2.65 lakh കിട്ടിയിട്ടുണ്ട്, അതായത് $3,000 ആൻഡ് ഇനി നെക്സ്റ്റ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏർണിംഗ് സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് ഡീൽസ് ആൻഡ് സ്പോൺസർഷിപ്പ് ആണ്. ആൻഡ് എൻ്റെ ഈ ഒരു ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI കോഡിംഗ് ആൻഡ് ടെക് സ്പേസിലുള്ളൊരു ഇംഗ്ലീഷ് ചാനലാണ്. ആൻഡ് ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കേസിലും അവരുടെ പ്രൈമറി, അതായത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ആഡ്സിനെക്കാട്ടും കൂടുതൽ എപ്പോഴും ബ്രാൻഡ് ഡീൽസും സ്പോൺസർഷിപ്സും ആയിരിക്കും. ആൻഡ് എൻ്റെ കേസിലും സെയിം തന്നെയാണ് കേസ്. അപ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ആഡ്സിൽ കാണിച്ച എമൗണ്ടിനെക്കാട്ടും എത്രയോ അധികം കൂടുതൽ മടങ്ങാണ് എനിക്ക് ആക്ച്വലി യൂട്യൂബ്, അതായത് ബ്രാൻഡ് ഡീൽസിൽ നിന്നും സ്പോൺസർഷിപ്സിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആൻഡ് ഈ ഓരോരോ ബ്രാൻഡ് ഡീൽസിന് വേണ്ടിയുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രൈമർലി പേയ്പാൽ, വൈസ് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ, അതായത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്. ബട്ട് മോസ്റ്റ്ലി വൈസും പേയ്പാലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ വിഷ് ഐ കുഡ് ആക്ച്വലി ഷോ യു ദ ഡാഷ്ബോർഡ് ഓഫ് പേയ്പാൽ ആൻഡ് വൈസ്, എന്നിട്ട് എല്ലാ ട്രാൻസാക്ഷനും എനിക്ക് കാണിച്ച് തരണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഉണ്ടാകും. ആൻഡ് ഈച്ച് ബ്രാൻഡ് എത്ര രൂപ നമുക്ക് പേ ചെയ്തു ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ബട്ട് ഞാൻ കളക്റ്റീവ്ലി, അതായത് ഇൻ ടോട്ടൽ എത്ര രൂപ കിട്ടി എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഫിഗർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് വായിച്ചിട്ട് ഇൻ ടോട്ടൽ ഫോർ ദ ഈച്ച് മന്ത്, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ എത്ര രൂപ ബ്രാൻഡ് സ്പോൺസർഷിപ്സിൽ നിന്നും ആൻഡ് ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ബൈ ദ വേ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേയ്പാൽ ആൻഡ് വൈസ് ഡാഷ്ബോർഡ്, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഞാൻ കിട്ടിയിട്ടുള്ള ക്യാഷിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും പ്രൈമറിലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ എന്തായാലും ബ്ലർ ചെയ്തിട്ട് ബാക്കി പേയ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പ്രൂഫ് പർപ്പസിനോ അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. നോ, ബാക്ക് ടു ദ വീഡിയോ. ആൻഡ് വൺ മോർ കാര്യം ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഓഗസ്റ്റിൽ യൂട്യൂബ് ആഡ്സിൽ കുറച്ച് ക്യാഷ് ചെയ്തത് ഫോർ ദ എൻറ്റയർ മന്ത് ഓഫ് ഓഗസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏർണിങ്സ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 21 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പേയ്മെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത് ഓഗസ്റ്റ് 3rd വീക്കായിരുന്നു. അപ്പോൾ ആ ഒരു മന്ത് നമുക്ക് യൂട്യൂബ് ആഡ്സിൽ നിന്ന് പേയ്മെൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മാസം ഞാൻ കുറച്ച് സ്പോൺസർഷിപ്പ് ഡീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ 45,410 ഇന്ത്യൻ റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ അത് ടോട്ടൽ $527 ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് ഈ ഒരു 45,000 റുപ്പീസ് നമുക്ക് ആ ഒരു ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നെക്സ്റ്റ് സെപ്റ്റംബർ നോക്കുകയാണെങ്കിൽ ഇൻ ടോട്ടൽ നമുക്ക് 63,940 റുപ്പീസ് ആണ് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് USD നോക്കുകയാണെങ്കിൽ $742 ആണ്. ആൻഡ് യൂട്യൂബ് ആഡ്സിൽ നിന്നുള്ള പൈസയും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ കംസ് ടു അറൌണ്ട് 93,879 റുപ്പീസ്, അല്ലെങ്കിൽ $1,090. ആൻഡ് ഇൻ ഒക്ടോബർ നോക്കുകയാണെങ്കിൽ സ്പോൺസർഷിപ്സിൽ നിന്ന് മാത്രം നമുക്ക് $1,37,000 റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് US ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ $1,591 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി യൂട്യൂബ് ആഡ്സിൽ നിന്നുള്ള ക്യാഷും നമ്മളുടെ സ്പോൺസർഷിപ്സിൽ നിന്നുള്ള ക്യാഷും കൂടി കമ്പൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ $1,96,694 റുപ്പീസ്, അല്ലെങ്കിൽ $2,283 ആണ്. ആൻഡ് ഫോർ ദ മന്ത് ഓഫ് നവംബർ നമുക്ക് $2,88,000 റുപ്പീസാണ് സ്പോൺസർഷിപ്സിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളത്. അത് US ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ $3,345 ആണ്. ആൻഡ് ഇനി യൂട്യൂബ് ആഡ്സ് എന്നുള്ള ക്യാഷും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ടോട്ടൽ കംസ് അറ്റ് അറൌണ്ട് $3,28,801 റുപ്പീസ്, അല്ലെങ്കിൽ $3,817. ആൻഡ് ഫൈനലി ഇനി ഡിസംബർ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ നമുക്ക് സ്പോൺസർഷിപ്സിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളത് 3.3 lakh റുപ്പീസാണ്. ആൻഡ് അത് US ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ $3,833 ആൻഡ് യൂട്യൂബ് ആഡ്സിൻ്റെ ക്യാഷും കൂടി കമ്പൈൻ ചെയ്തിട്ട് ടോട്ടൽ ഇൻകം ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ ഈസ് അറ്റ് 3,86,271 ഇന്ത്യൻ റുപ്പീസ്. ആൻഡ് ഇൻ US ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ നമുക്ക് $4,485 ആണ് നമുക്ക് ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഫിഗറിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈമറിലി ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബ് ആഡ്സ്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്രിയേറ്റർ സ്റ്റുഡിയോ ഡാഷ്ബോർഡിൽ കണ്ടിട്ടുള്ള ആ ഒരു ഏർണിങ്സ്. സെക്കൻഡ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡ് ഡീൽസ് ആൻഡ് സ്പോൺസർഷിപ്പിൽ നിന്നും പിന്നെ ഞാൻ യൂട്യൂബായിട്ട് റിലേറ്റഡ് ആയിട്ട് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടിയ ക്യാഷും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഇൻകമാണ്. ആൻഡ് ദ ഗ്രാൻഡ് ടോട്ടൽ ഫോർ ദ ഇയർ 2024 കംസ് അറ്റ് അറൌണ്ട് 10,50,000 റുപ്പീസ്. ആൻഡ് അത് US ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു $12,200 USD ആണ് നമുക്ക് ഫോർ ദ എൻറ്റയർ ഇയർ ഓഫ് 2024 ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് സോഴ്സസ് കൂടാതെ എനിക്ക് കുറച്ച് ബ്ലോഗിൽ നിന്നും വേറെയും കുറേയധികം ഏർണിംഗ് സോഴ്സസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്രൈമർലി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ടു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 മന്ത്സിലേക്കുള്ള ഡാറ്റ മാത്രമാണ് ഇത്രയും രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സ് ചെയ്യാനോ ബ്രാഗ് ചെയ്യാനോ ഒന്നും വേണ്ടിയല്ല. നമുക്കൊരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് മണി ടു ബി മെയ്ഡ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ആൻഡ് ക്രിയേറ്റർ ഇക്കോണമി ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ എല്ലാ ദിവസവും പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് നീഷോ അല്ലെങ്കിൽ ഡൊമൈനിനെ പറ്റി നല്ല നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേയധികം ക്യാഷ് ഉണ്ടാക്കാനുള്ള കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ എങ്ങനെ
നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ബ്ലോഗ് ചെയ്യാം, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ കുറേയധികം വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയായിട്ട് വീണ്ടും കാണാം.